പൈൽസ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണെങ്കിലും ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. മലദ്വാരത്തിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് ഇത് ചെറുതാണെങ്കിൽ പോലും ദിവസേന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അനീമിയ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടാതെ ചിലപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരത്തിൽ മലവിസർജന സമയത്തോ അല്ലാതെയോ മലദ്വാരത്തിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. മലദ്വാരത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത വേദനയും വീക്കവും നിങ്ങൾക്ക് വേദന കാരണം ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ മലദ്വാരത്തിനടുത്ത് അമിതമായിട്ടുള്ള ഒരു സ്വെല്ലിംഗ് പോലെ ഒരു തടിപ്പ് പോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ കൂടുതലും കണ്ടുവരാറുള്ളത് ത്രോംബോസ്ഡ് പൈൽസ് ആണ്. അതായത് രക്തം കട്ടപിടിച്ചുണ്ടാകുന്ന ഒരു തരം പൈൽസ് ആണ് ത്രോംബോസ്ഡ് പൈൽസ്. ഇത്തരത്തിലുള്ള കണ്ടീഷനും എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അടുത്ത ഒരു പ്രധാന കാരണം മലബന്ധത്തിന്റെ ഇഷ്യൂസ് വഷളായി വരികയും ഒപ്പം തന്നെ നിങ്ങളുടെ ശരീരഭാരം കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ സമീപിക്കുക. പൈൽസിന്റെ ലക്ഷണങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് പനി, അതേപോലെ വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുകയോ മറ്റോ ചെയ്യുന്നു, ശരീരം ക്ഷീണിക്ക്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇത് അണുബാധയോ മറ്റോ ഉണ്ടായി എന്നതിന്റെ ലക്ഷണമാണ്.